നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിയും ഗുണ്ടാ സംഘങ്ങളും കോതമംഗലത്തെ റിസോർട്ടിൽ എന്തിനാണ് ഒത്തുകൂടിയത്? തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയുള്ള ഗുണ്ടാ മീറ്റപ്പ് കോതമംഗലം പോലീസ് മണത്തറിഞ്ഞു. അതോടെ റിസോർട്ട് വളഞ്ഞ് മിന്നൽ റെയ്ഡ്. സുഹൃത്തിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതെന്നാണ് ആയങ്കിയും കൂട്ടാളികളും പറഞ്ഞത്. നിലവിൽ 10 പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇവർ സഞ്ചരിച്ച 3 കാറും പിടിച്ചെടുത്തു. കരുതൽ തടങ്കലിലായതിനു പിന്നാലെ പോലീസിനെതിരെ വെല്ലുവിളിയുമായി അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിട്ടുണ്ട്. കോതമംഗലത്തെ ആഡംബര റിസോർട്ടിൽ നിന്നാണ് പോലീസ് അർജുൻ ആയങ്കിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുത്തത്. സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇവർ. ആഡംബര വാഹനം ഉൾപ്പെടെ 3 വാഹനങ്ങളിലായാണ് അർജുനും സംഘവും കോതമംഗലത്തിന് സമീപത്തെ റിസോർട്ടിലെത്തിയത്. വേറെ 9 പേർ കൂടി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അർജുൻ ആയങ്കി എന്തിനാണ് കോതമംഗലം സ്റ്റേഷൻ പരിധിയിൽ എത്തിയതെന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അർജുൻ ആയങ്കിക്കൊപ്പം കസ്റ്റഡിയിലായവരിൽ മരടനീഷിന്റെ കൂട്ടാളികളുമുണ്ട്. ഇവരെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. എന്തിന് റിസോർട്ടിലെത്തി, മറ്റെന്തെങ്കിലും പദ്ധതികൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. അർജുനൊപ്പം കസ്റ്റഡിയിലെടുത്ത മറ്റു 2 പേർക്ക് എറണാകുളത്തെ പ്രധാനപ്പെട്ട കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വോട്ടെണ്ണലിന്റെ തലേ ദിവസം ഇവർ ഒത്തുകൂടിയത് എന്തിനെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ആരുടെയും അറസ്റ്റ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇവർ സഞ്ചരിച്ച 3 കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തടവിലായതിന് പിന്നാലെ പോലീസിനെതിരെ വെല്ലുവിളിയുമായി അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ രംഗത്തെത്തി. സുഹൃത്തിന്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ കോതമംഗലത്തെത്തിയ തന്നെയും സുഹൃത്തുക്കളെയും പുലർച്ചെ താമസ സ്ഥലത്ത് കയറി വന്ന് പോലീസ് അന്യായമായി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നാണ് അർജുൻ പറയുന്നത്. എന്തെങ്കിലും കേസോ വാറന്റോ ജാമ്യലംഘനമോ ഒന്നുമില്ലാതെ 3 വർഷമായി മറ്റ് കേസുകളൊന്നുമില്ലാത്ത തന്നെ വേരിഫിക്കേഷന് ശേഷം വിട്ടയക്കാമെന്ന് പറഞ്ഞാണ് പുലർച്ചെ 4 മണിക്ക് പോലീസ് കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ഈ സമയമായിട്ടും വിട്ടയച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി ജയിലിലേക്ക് അയക്കാൻ ആകുമോ എന്ന പരിശ്രമത്തിലാണെന്നും കാണാമെന്നുമാണ് പോസ്റ്റിൽ വെല്ലുവിളിക്കുന്നത്. ഡിവൈഎഫ്ഐ അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു അർജുൻ ആയങ്കി. പാർട്ടിക്ക് വേണ്ടി വിവിധ കേസുകളിൽ പ്രതിയായിരുന്ന അർജുൻ ലഹരിക്കടത്ത് സംഘങ്ങളുമായി അടുത്തതോടെ ഡിവൈഎഫ്ഐ പുറത്താക്കുകയായിരുന്നു. പിന്നീടും നവമാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിൽ CPM പ്രചാരണം സ്വന്തം നിലയ്ക്ക് നടത്തിയ അർജുൻ ഇതിനെ മറയാക്കി സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലേക്കും തിരിഞ്ഞു. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം ക്യാരിയറിൽ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും തട്ടിയെടുക്കുകയാണ് അർജുനും സംഘവും ചെയ്തിരുന്നത്. ഗൾഫിലും കേരളത്തിലും ഉടനീളം അർജുൻ ആയങ്കി നെറ്റ്വർക്ക് ഉണ്ടായിരുന്നതായാണ് പോലീസ് കണ്ടെത്തൽ. ന്യൂസ് 18 കോതമംഗലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.